അസർബൈജാൻ്റെ പുതിയൊരു എപ്പിസോഡാണ്. കഴിഞ്ഞ 2 എപ്പിസോഡ് കണ്ടിട്ടില്ലാത്തവർ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ അസർബൈജാൻ്റെ തലസ്ഥാനമായ ബാക്കുവിലൂടെയുള്ള യാത്രയായിരുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അസർബൈജാൻ്റെ റോഡിലേക്ക് ഇറങ്ങാണ്. നമ്മളങ്ങനെ നോർത്ത് സൈഡിലോട്ടുള്ള യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം നമ്മളൊരു ഓൺലൈനിലൊരു കാറ് ബുക്ക് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിൽ ഒരാൾ ഡ്രൈവ് ചെയ്യാമെന്നുള്ള പ്ലാനിലായിരുന്നു. എന്നാൽ അവസാന നിമിഷം ആ കമ്പനി കാല് മാറി. അവർ പറഞ്ഞു കാറ് തരാൻ പറ്റില്ല, അവരുടെ കയ്യിൽ കാർ സ്റ്റോക്കില്ലെന്ന് പറഞ്ഞു. അത് കാരണം നമ്മളെ കയ്യിലുള്ള കോൺടാക്ട്സും കാര്യങ്ങളെല്ലാം വെച്ച് വേറൊരു കമ്പനിയെ കോൺടാക്ട് ചെയ്തു. അങ്ങനെ അവസാനം പറഞ്ഞു കാറ് തരാം, പക്ഷേ വിത്ത് ഡ്രൈവർ. അങ്ങനെ നമ്മളൊരു അസർബൈജാനി ആയിട്ടുള്ള ഒരു ഡ്രൈവറെ ഒപ്പിച്ചെടുത്തു. പുള്ളിയുടെ കൂടെയാണ് ഇന്നത്തെ യാത്ര. അപ്പം നമുക്ക് നിങ്ങൾ ഈ യാത്രയിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അസർബൈജാൻ്റെ ബാക്കിയുള്ള കാഴ്ചകളെല്ലാം കണ്ട് അങ്ങനെ പോകാം. ഗുഡ് മോർണിംഗ് ഫ്രോം ബാക്കു. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു വണ്ടി പറഞ്ഞിട്ടുണ്ട്. നമ്മളെ വണ്ടിക്കകത്ത് എല്ലാവരും കൂടെ നേരെ നോർത്ത് സൈഡിലോട്ടാണ് പോകണം. അസർബൈജാൻ്റെ നോർത്ത് ഭാഗത്തോട്ട് ഗബേല എന്ന് പറഞ്ഞ സിറ്റി. അതുകൂടാണ്ട് ഒരുപാട് കാഴ്ചകൾ ഓൺ ദ വേയിൽ. അതാണ് പ്ലാൻ. അപ്പം ഒരു വണ്ടി, ഇതാണ് വണ്ടി. നമ്മൾ ഗബേലേക്കുള്ള യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചലോ ഗബേല. അതിന്റെ ഇടയ്ക്ക് കാണുന്ന കാഴ്ചകളെല്ലാം തന്നെ നിർത്തി ഇങ്ങനെ അതൊക്കെ ചോദിച്ചു പോകാൻ പ്ലാന്. അപ്പൊ നമ്മള് ബാക്കൂരിനോട് ഇങ്ങനെ ബാക്കൂരിന് നഗരത്തോട് ഇങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മള് ഗബേലെ പോകുന്ന വഴിക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റോപ്പിന് വേണ്ടി നിർത്തിയതാണ്. ഇതാണ് നമ്മളെ അസർബൈജാനി ചായ പറഞ്ഞിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇപ്പം എത്തും. എല്ലാവരും ഇവിടെ. നമ്മളെ വണ്ടി ഓടിക്കുന്ന ആളാണ്. അവിടെ ഇപ്പോൾ എന്തോ അപ്പോൾ ഇത് നമ്മളെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഞാനിത് ഡിമോണിറ്റൈസ് ചെയ്തിട്ടേ വീഡിയോ ഇടുള്ളൂ. ചുമ്മാ ഓക്കെ. ആൻഡ് സൈഡിൽ വെക്കാം. നമ്മളിങ്ങനെ ഇതാണ് ഓരോ സ്റ്റൈൽ. ഈ സാധനം അവിടെ അലിയായിട്ട് കിടക്കണം. നേരം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് എത്തിയിട്ടുണ്ട്. പലതരത്തിലുള്ള ജാം ആൻഡ് ക്രീംസ്, പിന്നെ ഹുമ്മസ്, ഫ്രൂട്ട്സ് എല്ലാം. This is lavash. Yes. Yani geçen kızdır. Let's take it. Now name is kaymak. Kaymak. Yeah, kaymak with honey. This is a simple kaymak. Simple kaymak. This is süzme. This is what? Susmak. Kaymak. All this we make from milk. അത് ചീസ്. സുരാജിന്റെ വീട്ടിലൊരുണ്ട് തന്തൂർ ബ്രെഡ് എത്തിയുണ്ട്. അസർബൈജാനി സ്പെഷ്യൽ തന്തൂരി റൊട്ടി എന്ന് പറയും. ഹണി വിത്ത് ചീസ്. Vegetable. Egg with vegetable. Yes, just vegetable and egg. Green vegetables. Yeah. Green vegetable, yeah. This is only egg. Kuku sabzi. What is the name? Kuku sabzi? Kuku sabzi. റിയൽ കഴിക്കിട്ടുണ്ട്. ഞാനും ആരോടും റിയൽ അല്ല. എനിക്ക് ഈ ഗ്രീൻസ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് അപ്പോൾ നമ്മളെ ആദ്യത്തെ സ്റ്റോപ്പാണ് ഷമാക്കി റീജിയനിലെ ഒരു മറാസ വില്ലേജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോണിമെൻ്റാണ് ഈ കാണുന്നത്. ദിരിബാബ മുസോളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 500 വർഷം മുൻപുള്ള ഒരു നിർമ്മിതിയാണ് ഈ കാണുന്നത്. അന്ന് ഇവിടെ ഒരു ബാബ ഉണ്ടായിരുന്നു. ബാബ മീൻസ് ഇവിടെ ഒരു പ്രീച്ചർ എന്ന് വേണമെങ്കിൽ പറയാം. പുള്ളി മരിച്ച ശേഷം കുറേ വർഷക്കാലം അദ്ദേഹത്തിൻ്റെ ബോഡി അഴുകിയില്ല എന്നാണ് പറയുന്നത്. അതാണ് ഈ കഥയ്ക്ക് പിന്നിൽ. അപ്പോൾ പുള്ളിയിലൊരു ദിവ്യത്വം കൽപ്പിച്ചിട്ട് അന്ന്
പുള്ളിക്ക് വേണ്ടി പണിതിട്ടുള്ള ഒരു ടൂമ്പാണ് ഇന്നൊരു മുസോളിയമായിട്ട് അല്ലെങ്കിൽ ടെമ്പിളായിട്ട് മാറിയിട്ടുള്ളത്. പുള്ളിയെ ആരാധിക്കുന്നവരും ആ ഒരു അത്ഭുതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ട് പ്രാർത്ഥിക്കുകയും മറ്റൊക്കെ ചെയ്യാറുണ്ട്. നമുക്കിതിൻ്റെ മുകളിൽ കേവ് ഉണ്ട്. ആൻഡ് കേവിൻ്റെ അകത്തേക്ക് കയറണമെങ്കിൽ ഹെൽമെറ്റ് ആവശ്യമുണ്ട്. ആൻഡ് നമ്മൾ സൈൻ ചെയ്യണം അല്ലേ? ഇല്ല, ഓക്കെ. ഹെൽമെറ്റ് നിർബന്ധമില്ലെന്നാണ് പറയുന്നത്. സൈൻ ചെയ്തോ? തല നോക്കണം. അതുപോലെ ഈ മുകളിലുള്ള കേവ്സ് ഇല്ലേ, അതെല്ലാം തന്നെ മിക്കതും നാച്ചുറലി ഫോം ചെയ്തിട്ടുള്ള കേവ്സ് ആട്ടോ. ചിലതൊക്കെ ഈ ആളുകൾ ഉണ്ടാക്കിയെടുത്ത കേവ്സ് ഉണ്ട്. അതെല്ലാം പല പേർപ്പസിന് അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അകത്ത് താമസിക്കാനും അതുകൂടാണ്ട് ഈ പ്രാർത്ഥനയ്ക്കും മറ്റുമൊക്കെ ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കേവ്സാണ്. വളരെ കൂടുതലൊന്നുമില്ല, വളരെ 8 കേവ്സേ ഉള്ളൂ. നമ്മൾ 2-3 കണ്ടില്ലേ, അതെല്ലാം ആ പേർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ളൂ. ചെറിയ വഴികളാണ്. ഇവിടെ ഇങ്ങനെ ഒരു ചെറിയ റൂം കാണാൻ പറ്റും. ഇതിനകത്താണ് ഞാൻ പറഞ്ഞ തിരിബാബ എന്ന് പറഞ്ഞ പുള്ളിയുടെ ഈ ചൂമ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ചെറിയൊരു നമസ്കാരത്തിൻ്റെ മാറ്റും കാണാം. അതിന് മുകളിലൊരു ഖുർആൻ കാണാം. ആൻഡ് പുള്ളി, ഞാൻ പറഞ്ഞില്ല, പുള്ളി എനിക്ക് തോന്നുന്നു ഇവിടെയാണോ അല്ലെങ്കിൽ താഴെയാണോന്ന് അറിയില്ല. പുള്ളി ഇവിടെയാണ് ഈ മരിച്ച് കിടന്ന് ജീർണിക്കാത്ത അവസ്ഥയിലേക്ക് എത്തിയത്. അപ്പോൾ ഇവിടെ തന്നെ ഇവർ ഈ ട്യൂബ് പണിയായിരുന്നു ചെയ്തത്. വളരെ ഇടുങ്ങിയ വഴിയാണ്. ഇതിൻ്റെ അകത്ത് ചെറിയൊരു തണുപ്പുണ്ട്. പുറത്ത് നല്ല ചൂടാണ്, പക്ഷേ ഇതിൻ്റെ അകത്ത് നല്ല തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് റീസ്റ്റോറേഷൻ വർക്കും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ കാണുന്ന കല്ലുകളെല്ലാം തന്നെ പഴയ കാലത്തതല്ല, 500-600 വർഷത്തുള്ളതല്ല. ചിലതൊക്കെ ഈ അടുത്ത കാലത്ത് തന്നെ അവർ മലയിൽ നിന്നൊക്കെ കർവ് ചെയ്തെടുത്തിട്ടുള്ള കല്ലുകളാണ്. ഇതിൻ്റെ അകത്തൊരു പ്രത്യേക ഫീൽ എന്ന് പറഞ്ഞാൽ പുറത്ത് 30-40 ഡിഗ്രി ഉണ്ടെങ്കിലും ഇതിൻ്റെ അകത്ത് നമുക്ക് വളരെ തണുപ്പായിട്ട് ഫീൽ ചെയ്യാം. ഒരു 17-16 ഡിഗ്രിയൊക്കെ ഫീൽ ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. അപ്പം ആദ്യത്തെ സ്റ്റോപ്പ് തിരിബാബ മുസോളിയം കാണുന്നു. ഇനി ഇറങ്ങുന്നു, ഇനി പുറത്തേക്ക് ഇറങ്ങുന്നു. അസർബൈജാനിലെ ആദ്യത്തെ മോസ്കാണ് ഈ കാണുന്ന ജുമാ മോസ്ക് എന്ന് പറയുന്നത്. 1300 വർഷത്തെ പഴക്കമുണ്ട്. എന്നാൽ 1-2 തവണ എർത്ത് ക്വേക്കിലും മറ്റുമൊക്കെ കുറേ ഡാമേജസും കാര്യങ്ങളൊക്കെ ഈ മോസ്കിനുണ്ടായിരുന്നു. പിന്നെ അതുകൂടാതെ 1918 ഏകദേശം 100 വർഷം മുൻപ് അർമേനിയയുമായിട്ടുള്ള യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഈ മോസ്കാണ് അവർ ഫയറിട്ട് കത്തിച്ചിരുന്നു. എന്നിട്ട് വീണ്ടും റീസ്റ്റോർ ചെയ്തതാണ്. പക്ഷേ ഇപ്പം കാണുന്നതെല്ലാം തന്നെ ഒരു 100 വർഷത്തിൻ്റെ പഴക്കേ ഉള്ളൂ പല കാര്യങ്ങളും. പക്ഷേ ആക്ച്വലി മോസ്കിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത്, ഈ ലൊക്കേഷനിൽ ബിൽഡ് ചെയ്തിരുന്ന സമയം എന്ന് പറയുന്നത് 1300 വർഷമാണ്. നമ്മൾ ആ ജുമാ മോസ്കിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി നേരെ കപാലയിലേക്ക് വിടാണ്. അപ്പം അതിന് ശേഷം ആക്ച്വലി ഈ കാഴ്ചകളൊന്ന് മാറി. ഇത്രയും നേരം ഒരു വരണ്ട ഒരു മരുഭൂമി സെറ്റപ്പ് ആയിരുന്നു. ഇപ്പം നേരെ കുറേ കൂടി ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഡ്രൈവർ പറഞ്ഞ പുള്ളി ഒരു വൈനറിയിലേക്ക് കൊണ്ടുപോകുന്ന പറഞ്ഞിട്ട്, മൾബറി കൊണ്ടാണ് ഇവിടെ വൈൻ ഉണ്ടാക്കുന്നത് അല്ലേ? അതല്ലല്ലോ പറഞ്ഞ പുള്ളി. സാധാരണ ഗ്രേപ്പാണല്ലോ, ഇവിടെ മൾബറീൻ്റെ വൈന് നല്ല മധുരമാണെന്ന് കേട്ടെ. അപ്പോൾ വൈനറിയും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ജോർജിയ നല്ല പോലെ വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമാണ്. പക്ഷെ അതുപോലെ തന്നെ അസർബൈജാനിൽ അത്യാവശ്യം ഉണ്ടെന്നാണ് നമ്മുടെ ഡ്രൈവർ ഫ്രെഡി പറഞ്ഞത്. മുനാഫ് എന്ത് പറയുന്നത്? മലയാളം. ഇവിടെ അസർബൈജാനിൽ ഒരുപാട് പച്ചക്കറിയും പ്ലംസും ഈ പറയുന്ന പേസും ഇതെന്താണ് ഒലീവ്സ് ഇതെല്ലാം ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇത് ജേക്കിൻ, നമ്മളെ
കക്കിരി, ചില്ലി, ആപ്രിക്കോട്ട് അല്ലേ, ഇതെല്ലാം ഇവർ ഉപ്പിലിട്ട് വെച്ചിട്ട് ഇതുപോലെ നല്ല ഭരണിയിലാക്കി വെച്ചിട്ടുണ്ടാവും. അസർബൈജാനിലെ ഒരു വൈനറി നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും കേട്ടോ. ഇവർ മുന്തിരിയിൽ ആണ് വൈൻ ഉൽപ്പാദിപ്പിക്കുന്നത്. ആൻഡ് മൾബറിയിലെല്ലാം ഉണ്ടാക്കുന്ന ഇവർ പറഞ്ഞിരുന്നു, പക്ഷേ ഇവിടെ മുന്തിരിയാണ്. ഇത് റെസ്റ്റോറൻറ്റ് ബേസ്ഡ് വൈനറി, പിന്നെ ഒരു വൈൻ ഷോപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയുണ്ട്. വരുന്ന വഴിക്കൊന്ന് നിർത്തി ഇവിടുത്തെ ഒരു വൈൻ കൾച്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാമെന്ന് കരുതി, അത്രേ ഉള്ളൂ. നമ്മൾ ഗബാല പോകുന്ന വഴിക്ക് ഒന്ന് നിർത്തിയതാണ്. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റിൽ സാധനമൊക്കെ മേടിക്കാൻ. ഇവിടെ കണ്ടില്ലേ ലാഡ കാറ്, പഴയ റഷ്യൻ സോവിയറ്റ് കാലഘട്ടത്തിലെ കാറ്. ഇവിടെ കുറേ കൂടിയൊക്കെ വിസിബിളായി തുടങ്ങി. നമ്മൾ ഗബാലയിലെ ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ്. കാട്ടിനകത്ത് റെസ്റ്റോറൻറ്റ് പണിതാൽ എങ്ങനെ ഉണ്ടാവും ഇത് നോക്കിക്കേ. ഈ റിവറൊക്കെ നാച്ചുറലായിട്ട് ഒഴുകുന്ന. അസർബൈജാൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള വിഭവമാണ് ഈ കാണുന്ന ഷാപ്പ് പിലാഫ്. പഴയ കാലത്ത് രാജകീയമായിട്ടുള്ള വിരുന്നുകളിൽ വിളമ്പിയിരുന്ന ഒരു വിഭവം. ഔട്ടർ ലെയർ നല്ല തിന്നായിട്ടുള്ള ഫ്ലേക്കി ആയിട്ടുള്ള മാവ് കൊണ്ടായിരിക്കും കവർ ചെയ്തിരിക്കുക. അതിനകത്ത് ആട്ടിറച്ചിയും സഫ്രോണും ഡ്രൈ ഫ്രൂട്ട്സും ചെസ്നട്ടും ഇട്ടിട്ടുള്ള റൈസും. നമ്മുടെ ഇന്ത്യൻ രുചിയുമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള രുചിയായിരുന്നു ഇത്. ഒരു മീറ്റ് ലവർ അല്ലാതിരുന്ന ആളായിട്ട് കൂടി എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അസർബൈജാൻ യാത്രയിൽ എന്തായാലും കഴിച്ചിരിക്കേണ്ട ഒരു വിഭവം. ഷാപ്പ് പിലാഫിൻ്റെ കൂടെ നമ്മൾ ഓർഡർ ചെയ്ത മറ്റൊരു വിഭവമായിരുന്നു തന്തൂർ ലാംബ് റിബ്സ്. തന്തൂർ ഓവണിനകത്ത് വളരെ സമയമെടുത്ത് പാചകം ചെയ്തു വരുന്ന ആടിൻ്റെ വാരിയല്. വളരെ മിനിമലായിട്ടുള്ള മാരിനേഷൻ മാത്രമേ ഇതിനകത്തുള്ളൂ. പക്ഷേ ഇതിൻ്റെ രുചി എന്ന് പറയുന്നത് ആ മാരിനേഷനിലല്ല, പാചകം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇറച്ചിയുടെ ഫ്രഷ്നെസ്സിലാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തന്തൂർ ചിക്കനും പറഞ്ഞിരുന്നു. അതും ഇതുപോലെ വളരെ സമയമെടുത്ത് മിനിമലായിട്ടുള്ള മാരിനേഷനിൽ തയ്യാറാക്കിയിരിക്കുന്നതായിരുന്നു. രണ്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. നമ്മൾ ലഞ്ചിന് ശേഷം നമ്മളിതിപ്പോൾ ഇവിടെ ഒരു വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ടുണ്ട് ജപ്പാനിലെ. അപ്പം അത് ഈ വഴിക്കാണ്. വെള്ളച്ചാട്ടം നമ്മളെ കേരളീയരെ സംബന്ധിച്ച് അത്ര വലിയ സംഭവമല്ല, ബട്ട് ഇവിടുത്തെ ഒരു വെള്ളച്ചാട്ടം ഗോസൽ. ഇപ്പോൾ കുതിരയൊക്കെ ഉണ്ട്, ചവിട്ട് കൊള്ളാൻ വയ്യ. ഫ്രൂട്ട്സ് ഐറ്റംസ്, ജാം, പിക്കിൾസ് ആൻഡ് സുവനീർ ഐറ്റംസ്. ഈ ആട്ടിൻ തോല് കൊണ്ടുണ്ടാക്കിയ ചെമ്പരിയാടിൻ്റെ നല്ല ചില്ലറ ഐറ്റംസ്, മാറ്റ് കാര്യങ്ങളെല്ലാം കാണാം. അത്യാവശ്യം നല്ല കയറ്റമാണ്. കയറി സ്റ്റെപ്പുകൾ ഇങ്ങനെ കയറി പോകണം. അതിൻ്റെ അടുക്ക് നമുക്ക് റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്പ് ആൻഡ് ടോയ്ലറ്റ്സ് കാര്യങ്ങളെല്ലാം കാണാം. ഗബാല ശരിക്കും പറഞ്ഞാൽ ഒരു മൂന്നാർ വൈബാണ്. ഒരുപാട് അറബ്സും കാര്യങ്ങളൊക്കെ വരുന്നൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് ടിപ്പിക്കൽ. അവരെ സംബന്ധിച്ച് ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ടെറൈൻ എന്നുള്ളത് കൊണ്ട് അവർ വരുന്നു എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ച് ഇതൊരു വാട്ടർഫോൾ, നമ്മളൊരുപാട് കണ്ടിട്ടുള്ളൊരു വാട്ടർഫോൾ. അതിലൊന്ന് നല്ല ഹൈറ്റിലാണ് ഇത് പണിതേക്കുന്നത് കേട്ടോ. എത്ര സ്റ്റെപ്പ് കയറാണ്ട് നോക്ക്. കയറിയൊരു വഴി എങ്ങനെയുണ്ട്? അല്ല, കയറ്റം എങ്ങനെയുണ്ട്? കാലൊക്കെ ഇങ്ങനെ പിടിക്കുന്നുണ്ടല്ലേ? അതാണ് വേണ്ടേ. വാ, കുറച്ചും കൂടെ ഉള്ളൂ, അവിടെ എത്തില്ലേ നമ്മൾ? ഏലേസോ ഇതിപ്പോൾ 7 ലെവലുള്ള വാട്ടർഫോളാണ്. നമ്മളിപ്പോൾ ലെവൽ 1-ലാണ്. അപ്പോൾ തന്നെ ഇത്രയും ടയർഡ്. എത്ര ലെവല്? 7. ഓക്കെ, പക്ഷെ 3 എണ്ണത്തിൽ നമുക്ക് കയറാൻ പറ്റുള്ളൂ. ലെവൽ 1, ലെവൽ 2, ലെവൽ 3 നമ്മൾ കയറുന്നു. മനസ്സിലായില്ലേ?
സാധാരണ വാട്ടർഫോൾ ആ സംഭവം സാധാരണ കുറച്ച് വെള്ളം കുറവുണ്ടല്ലേ? സമ്മറായിട്ടാ പൈപ്പിലുള്ള സമ്മറല്ലേ. പക്ഷെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ചായയും കോഫിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ബാക്കുവിനെ അല്ലെങ്കിൽ നമ്മൾ വരുന്ന വഴിയൊക്കെ അപേക്ഷിച്ച് കുഞ്ഞു എന്താ ടയർഡായില്ലേ? ഒരു കോഫി ഒരു നല്ല കയറ്റായിരുന്നല്ലേ? ഒരു സുലൈമാനിക്കൊക്കെ നല്ല റേറ്റ് മേടിക്കുന്നുണ്ട്. അത് ഇവിടുന്ന് അല്ല 12 7 അങ്ങനെ നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ആ വലിയ ഇറക്കം ഇറങ്ങി. ശരിക്കും പറഞ്ഞാൽ അത്ര വലിയ കാഴ്ചകളൊന്നും സമ്മാനിക്കുന്ന ഒരു വെള്ളച്ചാട്ടമായിരുന്നു അതെന്ന് എനിക്ക് തോന്നിയില്ല. എന്നാലും അതിന് മുകളിലേക്കുള്ള ഹൈക്കും അതിന് മുകളിൽ നിന്നുള്ള കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ പതിയെ നമ്മുടെ ഗബാലയിലെ അപ്പാർട്ട്മെൻറ്റിലെത്തി. നഗരത്തിൽ നിന്നും കുറച്ച് മാറിയായിരുന്നു നമ്മൾ ആ സ്റ്റേ ബുക്ക് ചെയ്തത്. കിച്ചണും മറ്റ് സൗകര്യങ്ങളും വാഷിംഗ് മെഷീനും എല്ലാം ഉള്ളൊരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു അത്. ശരിക്കും പറഞ്ഞാൽ ഒരു 2-3 ദിവസം താമസിക്കാൻ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു സ്റ്റേ ആയിരുന്നു അത്. 3 മുറികളായിരുന്നു ഇതിലുണ്ടായിരുന്നത്. ഒരു രാത്രിയിലേക്ക് 8 പേർക്ക് 6000 രൂപ മാത്രമായിരുന്നു വാടക. ഗബാല നമ്മൾ താമസിക്കുന്ന ഈ അപ്പാർട്ട്മെൻറ്റ് വീടാട്ടോ. അവിടെ നിന്ന് ചുമ്മാ നടക്കാനിറങ്ങിയതാണ് രാത്രി. ഐ മീൻ വൈകിട്ടായിട്ടേ ഉള്ളൂ, 8 മണി. റെസിഡൻഷ്യൽ ഏരിയ ആണ്, അധികം മനുഷ്യരോ കാര്യങ്ങളോ ഒന്നുമില്ല. വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെയൊക്കെ താമസമുണ്ട്. പക്ഷെ റോട്ടിലെല്ലാം വഴിയിൽ ആളുകൾ കുറവാണ്. അവരെ വക ചായ തന്നിട്ടുണ്ട്. ലോക്കും Azerbaijani lokum, right? Your name? Name? Ayhan. Ayhan. Yeah. Name? My name is Ismail. Ismail. Which one is nice? This one, I think. This one do you want? You can. This is new. I'll try this. Today. Let me try this. Yeah, that's good. Rose. Yeah. Rose flavor. Kabbalah honey. Yeah. Kabbalah. Kabbalah honey. Very good, different. Yeah. Sticky. Nice. This is honey mixed with milk. Hello. Honey mixed with milk. Try this. Kabbalah, right? Yes, Kabbalah. That's it. Wow. Then Good. Different taste. The honey is so good. honey is very good. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ അസർബൈജാൻ്റെ റോഡിലാണ്, നമ്മളിപ്പോൾ ഗബാല എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കുറച്ചുകൂടെ നോർത്തിലോട്ട് പോയിട്ട് മറ്റൊരു സിറ്റിയിലേക്ക് പോവാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിറ്റിയിലെ കാഴ്ചകളും അവിടുത്തെ ഭക്ഷണങ്ങളും കാര്യങ്ങളും എല്ലാമായിട്ട് വരാം. അതുവരെയൊക്കെ എല്ലാവരോടും ബൈ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം.